ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ സ്വന്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡെലിവറി വ്ലോഗാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ വളരെ ഡിലേ ആയിട്ടാണ് വരുന്നത്. കാരണം വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ ഞാനായത് കാരണം ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ കൊണ്ടാണ് ഇത്ര ഡിലേ വരുന്നത്. അപ്പോൾ 4 മണിക്ക് ലേബർ റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി തന്നെ കുളിച്ചൊക്കെ കിടക്കാൻ പറഞ്ഞു. കുളിച്ചൊക്കെ കിടന്നു. നേരത്തോടെ എണീറ്റ് ഒരു 3:30 ടൈമിലൊക്കെ എണീറ്റ് ബ്രഷ് ചെയ്ത് മുടിയൊക്കെ കിട്ടിയപ്പോഴാണ് നേഴ്സിൻ്റെ കാലിൽ ക്യൂടെക്സ് കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ആക്കിയിട്ട് വേണം ലേബർ റൂമിലേക്ക് കയറേണ്ടത്, അല്ലെങ്കിൽ അവർ വഴക്ക് പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് നഴ്സ് തന്നെ ക്ലിയർ ആക്കി തന്നു. അങ്ങനെ ഞങ്ങൾ ലേബർ റൂമിലേക്ക് പോവാണ്. ഞാനും ചേട്ടനും കൂടി തന്നെയാണ് പോയത്. കാരണം പൊന്നു ഉറക്കായ കാരണം അമ്മനോട് വരണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോയത്. അപ്പോൾ ഒരു 4-4:30ക്കുള്ളിൽ ഞങ്ങൾ ലേബർ റൂമിലേക്ക് ഞാൻ ലേബർ റൂമിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. ഒരു ഉച്ചക്ക് മുന്നേ ഡെലിവറിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു മോളാണ് വീണ്ടും ദൈവം തന്നിട്ടുള്ളത്. നല്ലൊരു സുന്ദരി കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഓഗസ്റ്റ് 27-ാണ് എൻ്റെ ഈ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയും ഡിലേറ്റാണ് നമ്മുടെ വീഡിയോ വരുന്നത്. ഇതിന് ശേഷം കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, അതായത് കുറച്ച് ടെൻഷൻ അടിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ ലേറ്റായത്. ഇടാനുള്ളൊരു മാനസികാവസ്ഥയൊന്നും ആയിരുന്നില്ല എനിക്ക്. ഇപ്പോഴാണ് ഞാൻ നോക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡയറക്റ്റ് ഡെലിവറി വ്ലോഗ് ഇടാൻ പറ്റില്ലല്ലോ, നമ്മൾക്ക് വീഡിയോസിനൊരു കണ്ടിന്യൂഷൻ വേണമല്ലോ എന്ന് വെച്ചിട്ടാണ് ഓരോ വീഡിയോസ് ഇങ്ങനെ പയ്യെ ഇട്ടുകൊണ്ടിരുന്നിരുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഓക്കെ ആണ്. അപ്പോൾ നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോഴാണ്, ഉച്ചക്ക് മുന്നേ ഡെലിവറി കഴിഞ്ഞ് വൈകുന്നേരത്തോടു കൂടിയാണ് ഞങ്ങളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അധികം ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നീതും ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന കാരണം അവൾക്കും അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ റൂമിലത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഇത് നീതും എടുക്കുന്ന കുറച്ച് ക്ലിപ്സാണ് കേട്ടോ. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫസ്റ്റത്തെ ഡെലിവറി അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര പെയിൻ കൂടുതലായിരുന്നു നമ്മുടെ ഈ ഡെലിവറിയിൽ. അത്രയും എല്ലാം ഭയങ്കരമായിട്ട് അറിഞ്ഞൊരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു ഡെലിവറിയുടെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഒരു മെയിനായിട്ട് പറയാനുണ്ടായിരുന്നത്, നമ്മുടെ ഡെലിവറി ടൈമിൽ ചേട്ടൻ അകത്ത് കയറി, ചേട്ടൻ തന്നെയാണ് നമ്മുടെ എന്താ പറയുക ഉണ്ണിനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ടൈമിൽ പറഞ്ഞപ്പോൾ ഡോക്ടർ ചേട്ടനകത്തേക്ക് കയറ്റുകയും ചെയ്തു. അതുപോലെ ചേട്ടനെ കൊണ്ട് എന്നെ ഇടിപ്പിക്കുകയും ചെയ്തു കേട്ടോ ഉണ്ണിനെ. അപ്പോൾ അതൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. ചേട്ടനെ കൊണ്ട് തന്നെയാണ് ആ ഒരു പൊക്കിൽ കൂടി കട്ടിയിച്ച് എന്നൊക്കെ കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു എന്താ പറയുക സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഇത്രയും ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അത് ആഗ്രഹിച്ചതുപോലെ നടന്നല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക ഈ ഒരു ദിവസത്തെ ഈ വീഡിയോ എനിക്ക് കംപ്ലീറ്റ് എല്ലാം എടുക്കാൻ പറ്റണമായിരുന്നില്ല. കാരണം ചേട്ടൻ ആ ടൈമിൽ വീഡിയോ എടുക്കാൻ പറഞ്ഞാലൊന്നും ചേട്ടൻ ചെയ്യില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടന് ഇന്ന് തന്നെ തിരിച്ചു പോകണം വർക്കുള്ളത് കൊണ്ട്. അപ്പോൾ ചേട്ടൻ പോണതിന് മുന്നേ ഡെലിവറി ഒക്കെ കഴിയണമെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഗ്രഹം അതായിരുന്നു എന്ന്. അപ്പോൾ അതുപോലെ തന്നെ ദൈവം ആഗ്രഹം സാധിച്ചു തന്നു. ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ കൈ കൊണ്ട് തന്നെയാണ് ഡെലിവറി നടന്നതും അങ്ങനെയല്ല. അപ്പോൾ ചേട്ടൻ പോവാണ് കേട്ടോ വൈകുന്നേരം. അപ്പോൾ ആ ഒരു വിഷമത്തിലാണ് ഞാൻ. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ചേട്ടൻ ഉണ്ടാവുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അപ്പോൾ അത് ചേട്ടൻ പോണതിൻ്റെ ഒരു വിഷമം എനിക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ചേട്ടൻ 2 മക്കളോടും ടാറ്റ പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇവർ പോയതിന് ശേഷം പിന്നെ കുറച്ച് നേരം അച്ഛമ്മയും നമ്മുടെ പൊന്നൂസും പുതിയ ആളും കൂടി ഇങ്ങനെ കിടന്നിങ്ങനെ കുറച്ച് നേരം കഥ പറയണ പോലെ കിടക്കാൻ കേട്ടോ. അതിനുശേഷം പിന്നെ പ്രത്യേകിച്ച് എടുക്കാനോ പിടിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഒന്നും ഇല്ലാത്ത കാരണം നമ്മുടെ ഈ വീഡിയോ ഇതിൽ ഒതുക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. പിന്നെ 2 അമ്മമാരാണുള്ളത്, അവരോട് പറയാനും പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡെലിവറി ഡേയുടെ അന്നത്തെ ഒരു ചെറിയ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളായിട്ട് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബായ്.